എവ്രിവൺ. അപ്പോൾ മക്കളെ, നമ്മുടെ സെക്കൻഡ് ടേമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തേർഡ് ടേമിലേക്ക് വന്നു. നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ ഇങ്ങനെ അടുക്കാറായി. അങ്ങനെ ആകെ മൊത്തം നമ്മൾ എന്താ പറയുക, പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ടൈമാണല്ലേ. യെസ്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഇപ്പോൾ ഉള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ച് ഓർത്തിട്ടാണ്. കുറച്ച് പേരൊക്കെ വന്നിട്ട് നമ്മളോട് ലൈവ് എടുക്കുന്ന സമയത്താണെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ലാബിലേക്ക് കടക്കുമ്പോഴത്തേക്കും അതിൻ്റെ മാർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നുണ്ടാവുക, ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, ഇങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് മിസ്സിന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. യെസ്. അപ്പോൾ നിങ്ങളെല്ലാവരും മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് ഡിവിഷൻ എങ്ങനെയാണ് വരുന്നത്. യെസ്. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് ഡിവിഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ഉണ്ടാവും. അപ്പോൾ റെക്കോർഡ് എങ്ങനെയാണ് വരിക, നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് കൊണ്ട് തരും. ആൻഡ് ഈ റെക്കോർഡിൽ നിങ്ങൾ എന്ത് പ്രോഗ്രാംസ് ആണ് എഴുതേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡിൽ എഴുതുക. ഓക്കെ. ആൻഡ് ഈ റെക്കോർഡിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ C++ പ്രോഗ്രാംസ് ഉണ്ടാവും, അതുപോലെ തന്നെ HTML പ്രോഗ്രാംസ് ഉണ്ടാവും, SQL പ്രോഗ്രാംസ് സ്കൂളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുകൊണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആൻഡ് എന്താ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തുനിന്ന് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ C++നകത്തുനിന്ന് നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ 10 ക്വസ്റ്റ്യൻസിൻ്റെ റെക്കോർഡ് നിങ്ങൾ എഴുതും. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരുന്നുണ്ടാവുക. പിന്നെ വരുന്നത് HTML-ഉം SQL-ഉം ആണ്. അപ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്യും, ഒന്നുകിൽ HTML-നകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ SQL-നകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ഏതെങ്കിലും HTML അല്ലെങ്കിൽ SQL അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വീതം, അങ്ങനെ മൊത്തം 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് നമുക്ക് 32 മാർക്കിന്, അതായത് ഒരു ക്വസ്റ്റ്യന് 16 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ എഴുതുന്ന ഈ ഒരു റെക്കോർഡിന് 4 മാർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ റെക്കോർഡ് എഴുതിയിട്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കയ്യിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട്, അതായത് റെക്കോർഡ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക, ആൻസേഴ്സ് കറക്റ്റ് ആക്കുക. ആൻഡ് അതുപോലെ തന്നെ പങ്ക്ച്വൽ ആയിരിക്കുക. ഇന്ന ഡേറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഡേറ്റിൽ തന്നെ കൊടുക്കുക, വൃത്തിയായിട്ട് എഴുതുക. അപ്പോൾ നമ്മളോട് എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് 1 സൈഡ് ആയിട്ട് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നീറ്റായിട്ട് എഴുതി റെക്കോർഡ്സ് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. യെസ്. പിന്നെ വരുന്നത് നമ്മുടെ വൈവയാണ്. യെസ്. അപ്പം നമ്മൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ പ്രാക്ടിക്കൽ എക്സാമിന് നമ്മുടെ ലാബിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ക്വസ്റ്റ്യൻസിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ചെയ്യുക, നിങ്ങൾ കമ്പ്യൂട്ടറിൽ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് നമ്മൾ ഇൻവിജിലേറ്ററിനെ കാണിക്കുന്നു. ആൻഡ് അവസാനം എന്ത് ചെയ്യുകയാണ്, നമ്മളോട് വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വൈവ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ആ ഒരു ഫാക്കൽറ്റി തന്നെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ആൻഡ് അവിടെ നമുക്ക് 4 മാർക്കായിരിക്കും കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് ഡിവിഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ. ഇനി ക്വസ്റ്റ്യൻസ് വരുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നേരത്തെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം കാര്യം തന്നെയാണ് വീണ്ടും പറയാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് C++, HTML, SQL ഈ ഒരു രീതിയിലായിരിക്കും വരിക. C++ൽ നിന്ന് ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അത് ഏത് വേണമെങ്കിലും ആവാം. നമുക്ക് ഫോറിൽ നിന്ന് ചോദിക്കാം, സ്വിച്ചിൽ നിന്ന് ചോദിക്കാം, സ്വിച്ചിൽ നിന്നൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് C++ൻ്റെ പോർഷനിൽ നിന്ന് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ നിങ്ങളോട് എന്ത് ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ആ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന്, പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങളോട് ചെയ്ത് കാണിക്കാനും പറയുന്നുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഈ റെക്കോർഡ് ബുക്കിൽ നിങ്ങളോട് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് അത് എഴുതി പഠിക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നന്നായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു HTML ക്വസ്റ്റ്യൻ ആയിരിക്കാം. HTML എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാവാം, അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാവാം. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് HTML നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ SQL, അതായത് നമ്മുടെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ വരാൻ ചാൻസ് ഉള്ളത്. ഒന്നെങ്കിൽ HTML അല്ലെങ്കിൽ SQL, ആ ഒരു രീതിയിലായിരിക്കും വരിക. 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവാം. അപ്പം മോസ്റ്റ് പ്രോബബ്ലി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് HTML നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിനായിട്ടും റെക്കോർഡ്സ് ഒക്കെ കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ 4 മാർക്ക് നമ്മുടെ കിട്ടി.
പിന്നെ വൈവ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പഠിച്ചിട്ടുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. ഭയങ്കര പാടുള്ള രീതിയിലോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് കൂളായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. യെസ്, അപ്പോൾ മക്കളെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രാക്ടിക്കൽ എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും all the best.